മക്കളെ, നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഒപ്റ്റിക്സ് എന്നാണ്. ഒപ്റ്റിക്സ്. അപ്പോൾ ആദ്യം നോട്ട് ചെയ്തു ഒപ്റ്റിക്സ്. ഹെഡിങ് എഴുതുക. താഴെ എഴുതുക, ഒപ്റ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീലിംഗ് വിത്ത് സ്റ്റഡി ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മുടെ സിലബസിനകത്ത് നമുക്ക് രണ്ട് തരം ഒപ്റ്റിക് സ്റ്റഡീസ് ഉണ്ട്. ഒന്നാമത്തതിൻ്റെ പേര് റേ ഒപ്റ്റിക്സ് എന്നാണ്. റേ ഒപ്റ്റിക്സ് നമ്മുടെ ഐസക് ന്യൂട്ടൺ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതിന് മറ്റൊരു പേരാണ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. കാരണം അത് ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്സിലെ ജോമെട്രിയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്സിലെ ജോമെട്രിക്കൽ ടെക്നിക്സ് ആണ്. അതുകൊണ്ട് അതിന് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പേരിട്ട്. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ള ഒപ്റ്റിക്സ് വേവ് ഒപ്റ്റിക്സ് എന്നാണ്. ഇനി മുന്നോട്ടുള്ള രണ്ട് പാഠങ്ങൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സുമാണ്. ഇതിൽ റേ ഒപ്റ്റിക്സ് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. റേ ഒപ്റ്റിക്സ് ലൈറ്റിൻ്റെ പല ഫിനോമിനൻ. ഒന്ന് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. രണ്ട് റിഫ്ലക്ഷൻ. വെൻ ലൈറ്റ് fall on some smooth surfaces, it bounces back to the same medium. അതാണ് റിഫ്ലക്ഷൻ. മൂന്നാമത്തത് റിഫ്രാക്ഷൻ. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ മൂന്ന് ഫിനോമിനൻസ് ആണ് റേ ഒപ്റ്റിക്സിൽ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേവ് ഒപ്റ്റിക്സിൽ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ പോലത്തെ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ റേ ഒപ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്ന് ഫിനോമിനെ കുറിച്ചാണ്. ഇതിൽ ഞാൻ പഠിപ്പിക്കാനൊരു സൗകര്യത്തിന്, എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ ആദ്യം റിഫ്രാക്ഷൻ പഠിക്കുകയാണ്. ആ ഒന്നാമത്തെ റിഫ്രാക്ഷനെ കാര്യമായിട്ടുള്ളൂ കേട്ടോ. റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള കാര്യമൊന്നുമില്ല. അത് ആ ഒരു സെൻറ്റൻസ് തന്നെയുള്ളൂ. എന്ത്? ലൈറ്റ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആൻഡ് ലൈറ്റ് ഫോംസ് ഷാഡോ ഓഫ് ദി ഒബ്ജക്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പാത്ത് ഓഫ് ലൈറ്റ്. അതാണ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം നിങ്ങളോട് പറയാം ചില എക്സാമ്പിൾസ്. നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ അതിൻ്റെ കരയിൽ നിന്നിട്ട് സ്വിമ്മിംഗ് പൂള് നോക്കുമ്പോൾ വലിയ ആഴമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. ഇറങ്ങി നോക്കുമ്പോഴാണ് അറിയാം അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ നോക്കുമ്പോൾ, നമ്മൾ ഗ്ലാസിൻ്റെ അടി നോക്കുമ്പോൾ അയ്യോ എൻ്റെ വീട്ടിലത്തെ ഈ ഗ്ലാസ്സിന് ഇത്ര ആഴം പോരാലോ എന്ന് തോന്നും. റിഫ്രാക്ഷൻ കാരണമാണ്. അപ്പോൾ ആദ്യം എന്താണ് റിഫ്രാക്ഷൻ എന്നറിയണ്ടേ? റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം പറയാം, എന്നിട്ട് എന്താണെന്ന് പറയാം. നമുക്കറിയാം ലൈറ്റിന് ഏറ്റവും വലിയ വേഗത എയറിലാണ്. ലൈറ്റിൻ്റെ എയറിലെ വേഗതയെ c കൊണ്ടാണ് കാണിക്കുക. c 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് c, ലൈറ്റിൻ്റെ വേഗത. ഓക്കെ, മറ്റ് മീഡിയങ്ങളിൽ ലൈറ്റിൻ്റെ വേഗത ഡിഫറെൻറ്റ്. മറ്റ് മീഡിയങ്ങളിൽ ലൈറ്റിൻ്റെ വേഗതയെ നമ്മൾ v എന്ന് കാണിക്കും. ആ v എപ്പോഴും c-യേക്കാൾ ചെറുതായിരിക്കും. പല മീഡിയത്തിൽ ലൈറ്റിന് പല വെലോസിറ്റിയാണ്. ഉദാഹരണത്തിന് ലൈറ്റ് വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. വെള്ളത്തിലെ വെലോസിറ്റി അല്ല ലൈറ്റിന് ഗ്ലാസ്സിലെ വെലോസിറ്റി. അപ്പോൾ വ്യത്യസ്ത മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. ഇതാണ് ശരിക്കും റിഫ്രാക്ഷനുള്ള റീസൺ. അപ്പോൾ ആദ്യം നിങ്ങൾ റിഫ്രാക്ഷൻ എന്ന് ഹെഡിങ് എഴുതണം. അതിൻ്റെ ചോട്ടിൽ എഴുതണം ലൈറ്റ് ഹാസ് ഡിഫറെൻ്റ് വെലോസിറ്റി ഇൻ ഡിഫറെൻ്റ് മീഡിയ. ദിസ് ഈസ് ദ ബേസിക് റീസൺ ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി അടുത്ത ചോദ്യം,
വാട്ട് ഈസ് റിഫ്രാക്ഷൻ? നേരത്തെ നാം പറഞ്ഞത് വൈ ഈസ് റിഫ്രാക്ഷൻ എന്നാണ്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ പറയുന്നത് ലൈറ്റ്, ഇതാണ് മീഡിയം 1, ഇതാണ് മീഡിയം 2. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് നമ്മളിങ്ങനെ റേ ഡയഗ്രാം വെച്ചിട്ടാണ് കാണിക്കുക. റേ 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 എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോണ ഒരു വര പോലെ നമ്മൾ വിചാരിക്കുകയാണ്. ആരോ കാണിക്കുന്ന ലൈറ്റിന്റെ ഡയറക്ഷനാണ്. ഇങ്ങനെ പോകുന്ന ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കയറുമ്പോൾ ശരിക്കും അതെങ്ങനെയാ പോകണ്ടേ? ഇങ്ങനെയാ പോകണ്ടേ. ഇങ്ങനെ പോകുന്നതിന് പകരം ചില മീഡിയങ്ങളിൽ അത് ഇങ്ങോട്ട് വളയും, വേറെ ചില മീഡിയങ്ങളിൽ അത് അങ്ങോട്ട് വളയും. ഇതാണ് സംഭവം. അപ്പൊ ഫിസിക്സിൽ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അത് എങ്ങോട്ട് എന്നുള്ളതിന് കൃത്യമായൊരു കാരണം പറയണം, അല്ലെങ്കിൽ കൃത്യമായൊരു രീതി പറയണം. നമുക്ക് നോക്കാം അതെങ്ങനെയാ പറയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താ പറഞ്ഞ്, എന്താണ് റിഫ്രാക്ഷൻ എന്ന് എഴുതി വെച്ചോളൂ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇന്റർഫേസ് ഓഫ് ടു മീഡിയ, അല്ലേ? രണ്ട് മീഡിയങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലം, ഇന്റർഫേസ് ഓഫ് ടു മീഡിയ. അപ്പൊ എഴുതിയോളൂ, വാട്ട് ഈസ് റിഫ്രാക്ഷൻ? എന്താ എഴുതുക? വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു ദി അനദർ മീഡിയം at the interface of the two media, the light bent, അല്ലെങ്കിൽ the light deviates from its original path. The light deviates from its original path. ഇതിന്റെ പേരാണ് റിഫ്രാക്ഷൻ. ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞു, അത് ഒഴിവാക്കണം. അതിനാദ്യം എന്തറിയണമെന്നറിയോ? രണ്ട് കൺസെപ്റ്റ് അറിയണം. രണ്ട് കൺസെപ്റ്റിൽ അതിങ്ങനെയാണ് അറിയുക. റേറർ മീഡിയം, ഡെൻസർ മീഡിയം എന്നിങ്ങനെ രണ്ട് വാക്കുണ്ട്. റേറർ മീഡിയവും ഡെൻസർ മീഡിയവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈറ്റിന് വ്യത്യസ്ത മീഡിയത്തിൽ വ്യത്യസ്ത വെലോസിറ്റിയാണ്. ഇപ്പോൾ വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ലൈറ്റ് കടക്കുന്നു എന്ന് കരുതാം. അപ്പോൾ അവിടെ രണ്ട് മീഡിയ ഉണ്ട്. ഒന്നെന്താ? വായു. രണ്ടെന്താ? വെള്ളം. ഇതിലെ വെലോസിറ്റികളെ കമ്പയർ ചെയ്താൽ, ലൈറ്റിന്റെ വെലോസിറ്റികളെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ലൈറ്റിന് എയറിലെ വെലോസിറ്റി കൂടുതലും വെള്ളത്തിലെ വെലോസിറ്റി കുറവുമാണ്. അതുകൊണ്ട് വെലോസിറ്റി കൂടിയ മീഡിയത്തിനെ റേറർ മീഡിയം എന്നും വെലോസിറ്റി കുറഞ്ഞ മീഡിയത്തിനെ ഡെൻസർ മീഡിയം എന്നും പറയും. ശ്രദ്ധിച്ച് കേൾക്കുക. In a pair of media, the one medium in which light has greater velocity is known as rarer medium, and the light has lesser velocity is known as denser medium. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ വായുവിലും വെള്ളത്തിലും വെച്ച് നോക്കുമ്പോൾ വായു റേറർ മീഡിയവും വെള്ളം ഡെൻസർ മീഡിയവും എന്ന് കരുതി വെള്ളം എപ്പോഴും ഡെൻസർ ആണെന്നല്ല. ഇനി ലൈറ്റ് വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ലൈറ്റ് വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോ വെള്ളം റേററും ഗ്ലാസ് ഡെൻസറുമാണ്. അപ്പൊ റേറർ ആണോ ഡെൻസർ ആണോ എന്ന് നിശ്ചയിക്കുന്നത് മറ്റേയാൾ എങ്ങനെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഞാൻ പൊക്കമുള്ള ആളാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എന്നെക്കാളും പൊക്കമുള്ള വന്നാൽ ഞാൻ പൊക്കം കുറഞ്ഞ ആളായി, എന്നെക്കാളും ചെറിയോ വന്നു കഴിഞ്ഞാൽ ഞാൻ പൊക്കമുള്ള ആളായി. അതുപോലെ തന്നെയാണ് നമുക്കൊരു മീഡിയം റേറർ ആണോ ഡെൻസർ ആണോ എന്നൊന്നും നേരത്തെ പറയാൻ പറ്റില്ല. പേറായിരിക്കുന്ന ആൾക്കനുസരിച്ചാണ് അത് റേറർ ആണോ ഡെൻസർ ആണോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, വെള്ളം ഏത് പെയറും വായു എയർ ഏത് പെയറുമായും റേററാണ്. കാര്യം ഇന്ന് വരെ അറിവുള്ളതിൽ വെച്ച് ലൈറ്റിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എയർ അല്ലെങ്കിൽ വാക്വത്തിലാണ്. അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റേററിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഏത് മാറ്റം? ഇങ്ങനെ വളയുന്നു. ഡെൻസറിൽ നിന്ന് റേററിലേക്ക് പോകുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ വളയുന്നത്. വീണ്ടും ഞാൻ പറയാം,
ഇങ്ങനെ വളയും അങ്ങനെ വളയുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വളയുന്നതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു സയൻസ് പറയാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതല്ലേ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഈ ഇതല്ലേ ഇവിടെയല്ലേ വന്ന് വീഴുന്നത്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരു നോർമൽ വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ അതിനെ എൻ ഡാഷ് എന്ന് വിളിക്കാം. ഇൻസിഡന്റ് റേനെ PQ എന്ന് വിളിക്കാം. മറ്റേ മീഡിയത്തിലേക്ക് കടന്ന റേനെ QR എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് PQR. ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ എന്ത് വരച്ചു? നോർമൽ വരച്ചു. എൻ ഡാഷ് എന്ന നോർമൽ വരച്ചു. ഇനി എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ലൈറ്റ് ആക്ച്വൽ പാത്തിൽ നിന്നും നോർമലിനടുത്തേക്ക് വളഞ്ഞു. ഇവിടെ ആക്ച്വൽ പാത്തിൽ നിന്നും നോർമലിൽ അകലേക്ക് വളഞ്ഞു. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അതിൻ്റെ ചോട്ടിൽ നിങ്ങൾ എഴുതിക്കൊടു. വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം rarer medium to denser medium, the light ray bent towards the normal. When light travel from denser medium to rarer medium, the light bends away from the normal. ഇപ്പോൾ സയൻസ് ആയി, കാര്യങ്ങൾ വ്യക്തമായി. ഇനി ചില വാക്കുകളും കൂടി അറിയണം. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? The process of അല്ലെങ്കിൽ the bending of the light from its actual path when light travel from one medium to the another medium. ഈ ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതായിട്ടല്ല കേട്ടോ, ഇന്റർഫേസുമായിട്ടല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ I, ഇവിടെ ഇതാണ് റിഫ്രാക്റ്റഡ് റേ, അപ്പൊ ഇതാണ് R. ശരിയല്ലേ? ശരിയല്ലേ? ആക്ച്വലി ഇങ്ങനെയായിരുന്നില്ലേ പോവേണ്ടിയിരുന്നത്? അല്ലേ? ആക്ച്വലി ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, പക്ഷെ ഇപ്പൊ ഇങ്ങനെയായി. അപ്പൊ എത്ര ഡീവിയേറ്റ് ചെയ്തോ ഇത്രയും ഡീവിയേറ്റ് ചെയ്തു. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ D. ഇവിടെ ആക്ച്വലി ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, ഇവിടെ ഇത്രയും ഡീവിയേറ്റ് ചെയ്തു. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ D. ഇസ് ഇറ്റ് ഓക്കെ? ഉറപ്പണേ. ഇനി നമുക്ക് പറയാം ലൈറ്റ് ഓരോ കേസ് പറയാം. ഇപ്പോൾ ഇത് കേസ് 1. കേസ് 1 എന്താ? ലൈറ്റ് ട്രാവലിംഗ് ഫ്രം റേറർ ടു ഡെൻസർ. അവിടെ എനിക്ക് എന്ത് പറയാം? റേറർ ടു ഡെൻസർ. അവിടെ എനിക്ക് എന്ത് പറയാം? IR-നേക്കാൾ കൂടുതലാണ്. കാര്യം ഇതാണ്, ഇത് ഫുൾ I ആണ്, ഇത്രേ R ഉള്ളൂ. ഫുള്ളും ഇത് ഫുള്ളുമാണ് I അല്ലേ? ഇത് I ആകുമ്പോൾ ഇത് ഫുള്ളുമാണ് I, പക്ഷെ R ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് പറയാം I will be greater than R. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനേക്കാളും കൂടുതലായിരിക്കും. റിഫ്രാക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ഇൻസിഡന്റ് റേ വിത്ത് ദ നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദ ആംഗിൾ മെയ്ഡ് ബൈ refracted ray with the normal is known as angle of refraction. The angle through which the light is deviated from its actual path is known as angle of deviation. ഇവിടെ എനിക്ക് പറയാം I greater than R ആണ്. ഇനി എത്രയാണ് D? ഡീവിയേഷൻ എത്രയാണ് വരിക? ഇത് മൊത്തമാണ് I അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു I minus R. അപ്പോൾ റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ I minus R ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോഴാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം R ആണ് I-യേക്കാൾ കൂടുതൽ. R I-യേക്കാൾ കൂടുതലാണ്. ഇനി ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഇറ്റ് വിൽ ബി R minus I. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി റിഫ്രാക്ഷൻ. ഇനി നമുക്ക് റിഫ്രാക്ഷനെ കുറിച്ച് കുറച്ചും കൂടെ അനാലിറ്റിക്കലി പഠിക്കണം, കുറച്ചും കൂടെ എന്താ പറയുക സയൻറ്റിഫിക്കലി പഠിക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു നിയമത്തിൻ്റെ പേരാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്താണ്? സ്നെൽസ് ലോ, സ്നെൽസിന് രണ്ട് നിയമങ്ങളാണ് പറയുക. ഒന്നാമത്തെ നിയമം ഫസ്റ്റ് ലോ. ഒന്നാമത്തെ നിയമം ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് ഇതാണ്: ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ
and the normal drawn at the point of incidence all should lie in a single plane. First law. Okay? And the second law. Second law is a very interesting law. Second law, most useful law. First law, incident ray, refracted ray, and the normal drawn at the point of incidence all should lie in a single plane. Second law, നമ്മളൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും പറഞ്ഞില്ലേ. സെക്കൻഡ് ലോ പറയുന്നു, ഫോർ എ പെയർ ഓഫ് മീഡിയ, ഓക്കെ, ഫോർ എ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ കളർ ഓഫ് ലൈറ്റ്. അതെന്താണെന്നുള്ള കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഫോർ എ പെയർ ഓഫ് മീഡിയ, നിങ്ങൾ എഴുതണം, ഫോർ എ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ കളർ ഓഫ് ലൈറ്റ്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to sine of angle of refraction is equal to a constant. I will repeat. For a pair of media and for a color of light, the ratio of sine of angle of incidence to sine of angle of refraction is a constant. And that constant is known as refractive index. Refractive index of second medium with respect to first medium. It is known as refractive index of second medium with respect to first medium. For a pair of media and for a color of light, the ratio of sine of angle of incidence to sine of angle of refraction is a constant, and this constant is known as refractive index of second medium with respect to first medium. And ഇങ്ങനെയാണ് വിളിക്കുക, sin I by sin R equal to n എന്നാണ് കാണിക്കുക. mu പറയാറുണ്ട്, n പറയാം. n of 2 with respect to 1 ഇങ്ങനെ എഴുതാം. n of 2 with respect to 1, or you can be write like n2 by n1. n2 by n1 ഇങ്ങനെയും പറയാം. ശരി, that's it. ഓക്കെ, ഇതാണ് സ്നെൽസ് ലോ. ഇനി എന്താണ് n2 n1 എന്നുള്ളതാണ് ഇനി അടുത്ത വിഷയം. n2നെയും n1നെയും വിളിക്കുക absolute refractive index of second medium. എഴുതി വെച്ചോളൂ, n2 equal to absolute refractive index of second medium. n1 equal to absolute refractive index of first medium. അപ്പോൾ ഉടനെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, എന്താണ് absolute refractive index? അങ്ങനെ ഒരു ചോദ്യമുണ്ട് അല്ലേ? ഇങ്ങനൊരു ചോദ്യമുണ്ട്, എന്താണ് absolute refractive index? വളരെ സിമ്പിളാണ്, സിമ്പിൾ കാര്യം. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എന്നല്ലേ നമ്മൾ പറഞ്ഞ്. അതിൽ ആദ്യത്തെ മീഡിയം എയർ ആണെങ്കിൽ, എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എന്ന് പറയുമ്പോൾ ഗ്ലാസിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എഴുതി വെച്ചോളൂ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം is the refractive index of that medium with respect to air or vacuum. Say for example, എയറിൽ നിന്ന് മീഡിയത്തിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റ് വന്ന് വീണു. സ്വാഭാവികമായിട്ടും എയറിൽ നിന്ന് മറ്റൊരു മീഡിയം എന്ന് പറയുമ്പോൾ റയറർ ടു ഡെൻസർ ആണ്. ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അവിടെ നമ്മൾ പറയും സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. ആൻഡ് ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആകുമ്പോൾ എൻ ഓഫ് മീഡിയം ബൈ 1 എന്നാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് മീഡിയം ഇറ്റ്സെൽഫ്. So absolute refractive index is the refractive index of a medium with respect to air. ഇനി കണ്ടോളൂ എന്തുകൊണ്ടാണ്. മറ്റൊരു ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതൊരു മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇക്വേഷൻ C/V എന്നാണ്.
എന്ന് വെച്ചാൽ ലൈറ്റിന്റെ വേഗത ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. സോ ഫോർ എക്സാമ്പിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ, velocity of light in air divided by velocity of light in glass. ഇതാണ് ഗ്ലാസിന്റെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആവുന്നത്? C/C എന്നാ വരിക. വിയും കൂടി C ആവുമ്പോൾ C/C is equal to 1 ആവും. Is it okay? So this is the equation for refractive index of any medium, absolute refractive index of any medium. Absolute refractive index of any medium is the ratio of velocity of light in air to the velocity of light in the medium. Okay? This is the basic of refraction. ഇനി നമ്മൾ ഇതിന്റെ പലതരത്തിലുള്ള അപ്ലിക്കേഷൻസിലേക്ക് കടക്കാം. Hope you are all safe. Hope you are all well. Hope you are all happy. നന്നായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് ചാപ്റ്റേഴ്സുകളൊക്കെ ഒരു നല്ല കോലത്തിലാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം. ഇതൊരു ബ്യൂട്ടിഫുൾ ചാൻസ് ആണ്. ഈ വീഡിയോ ക്ലാസ്സസിലൂടെ നിങ്ങൾ നന്നായി സബ്ജക്റ്റ് പഠിക്കുക. ഓക്കെ, ഇത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പാഠങ്ങൾ പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.